നല്ല ഉമ്മമാരാണ് വളർത്തുന്നത്, അവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പടച്ചവനെ നൂറുകണക്കിന് ചരിത്രങ്ങൾ നിങ്ങൾക്ക് സാക്ഷിയാണല്ലോ. നല്ല ഉമ്മമാര് വളർത്തുന്ന മക്കള് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടോ. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന നുഅ്മാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന നുഅ്മാൻ ബിൻ സാബിത്ത് ഉണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണമല്ലാതെ സാബിത്ത് അവിടുന്ന് കഴിക്കാറില്ല. അല്ലാഹുവിനെ അത്രത്തോളം ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ് നുഅ്മാൻ ബിൻ സാബിത്ത്. പടച്ചവനെ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, പാവപ്പെട്ടവനാണ്, കടിക്കാൻ ഭക്ഷണമില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. നുഅ്മാൻ ബിൻ സാബിത്ത് അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തന്നാലോ? പടച്ചവനെ, സാബിത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുകയാണ്, ഭക്ഷണം കിട്ടുന്നില്ല. അവസാനം ശരീരം മുഴുവനും തളരുകയാണ്. ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്തുകൂടെ നുഅ്മാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവനെ, ശരീരം തളരുകയാണ്. ആ ഒഴുകുന്ന പുഴയുടെ ചാരത്തങ്ങ് തളർന്നു വീഴുകയാണ്. വിശപ്പിന്റെ കാഠിന്യത്താ നുഅ്മാൻ ബിൻ സാബിത്ത് അവിടുന്ന് തളർന്നു വീഴുകയാ. റബ്ബേ, അപ്പോഴാണ് വെള്ളത്തിലൂടെ ഒരു പഴമിങ്ങനെ ഒഴുകി വരികയാ. വെള്ളത്തിലൂടെ ഒരു പഴമിങ്ങനെ ഒഴുകി വരികയാണ്. പടച്ചവനെ, സാബിത്ത് അവിടുന്ന് നോക്കുമ്പോ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഒരു ആപ്പിള് കാണുകയാണ്, അവിടുന്ന് ഒരു പഴം കാണുകയാണ്. പടച്ചവനെ, ആഗ്രഹത്തോടെ ആർത്തിയോടെ സാബിത്ത് അവിടുന്ന് എടുക്കുകയാണ്. ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പഴമങ്ങ് കഴിക്കുകയാണ്. പടച്ചവനെ, ആർത്തിയോടെ നുഅ്മാൻ ബിൻ സാബിത്ത് അവിടുന്ന് കഴിക്കുകയാ. അവിടുന്ന് തന്റെ ആമാശയത്തിലേക്ക് ആ ഭക്ഷണം അല്പമങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ അപ്പോഴാണ് ചിന്തിക്കുന്നതല്ലാ, ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ. അല്ലാ, ഞാൻ ഹറാമ് കഴിച്ചു പോയല്ല റബ്ബേ, ഞാൻ ഹറാമ് കഴിച്ചു പോയല്ല റബ്ബേ. ഇനി ഞാൻ നരകത്തിലാണല്ലോ, എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. നുഅ്മാൻ ബിൻ സാബിത്ത് നിലവിളിക്കുകയാണ്. പടച്ചവരെ, ചാടി എഴുന്നേറ്റ് കിടന്ന് നിലവിളിക്കുകയാണ്. കണ്ടവർ വിചാരിച്ചു അവന് ഭ്രാന്ത് പിടിച്ചെന്ന്. എന്തിനാണ് കരഞ്ഞതെന്നറിയോ? പടച്ചവനെ, വിശപ്പിന്റെ കാഠിന്യത്താൽ നടക്കാൻ കഴിയാതെ തളർന്നു വീഴുമ്പോ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ ഒരൽപ്പമെന്ന് കടിച്ചതിന്റെ പേരിൽ അവിടുന്ന് കിടന്ന് നിലവിളിക്കുകയാണ്. സാബിത്ത് ഓടുകയാണ്, ആ പുഴയുടെ എതിരെ ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പഴം വീണത്? പടച്ചവനെ, കിലോമീറ്ററുകൾ ഓടുകയാണ്. അവസാനം അവിടുന്ന് കണ്ടുപിടിച്ചു എവിടെ നിന്നാണ് ഈ പഴം വീണത്. അവിടുന്ന് ഇന്ന തോട്ടത്തിൽ നിന്നാണെന്ന് മനസ്സിലായി. നുഅ്മാൻ ബിൻ സാബിത്ത് അവിടുന്ന് കടന്നു ചെന്നു. പടച്ചവനെ, തോട്ടത്തിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുകയാ. സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, പൊരുത്തം തരാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ ഇതിന്റെ മുതലാളിയല്ല, ഞാൻ ഈ തോട്ടത്തിലെ തൊഴിലാളിയാണ്. എന്റെ തോട്ടമല്ല ഇത്. പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പൊരുത്തം തരുന്നത്? പടച്ചവനെ, അവിടെന്ന് ചോദിക്കുന്നു, എവിടെയാണ് മുതലാളിയുടെ വീട്? എവിടെയാണ്? 3 ദിവസം സഞ്ചരിക്കണം. എന്റെ മുതലാളിയുടെ വീട്ടിലെത്തണമെങ്കിൽ 3 ദിവസം രാവും പകലും സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. നുഅ്മാൻ ബിൻ സാബിത്ത് പറയുന്നു, ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ പഴത്തിന്റെ പകുതി എന്റെ വയറിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി ഇതിന്റെ പൊരുത്തം ചോദിക്കാൻ ഞാൻ പോകാൻ തയ്യാറാണ്. പറഞ്ഞ അടയാളം വെച്ചുകൊണ്ട് നുഅ്മാൻ ബിൻ സാബിത്ത് കടന്നു ചെന്നു. അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു. ഒരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാ.
ഒരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാ. നുഅ്മാൻ ഇബ്നു സാബിത്ത് ഓടിച്ചെന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന ഈ പഴത്തിന്റെ പകുതി ഞാൻ കഴിച്ചുപോയി, പടച്ചവനെ എനിക്ക് നിങ്ങൾ പൊരുത്തം തരണം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ ഇവനാരാ? അല്ലാ ഇവന് സാധാരണ ഒരു മനുഷ്യനല്ല, പടച്ചവനെ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. അങ്ങനായിരുന്നെങ്കിൽ ഇവൻ ഇവിടെ വരെ വരില്ലായിരുന്നു. പടച്ചവനെ ആ മനുഷ്യന് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അവിടെന്ന് പറഞ്ഞു, സാബിത്തേ നിനക്ക് ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കൊരു മകളുണ്ട്, ആ മകളെ നീ വിവാഹം കഴിക്കണം, എന്റെ മകളെ നീ വിവാഹം കഴിക്കണം. പടച്ചവനെ അവിടെന്ന് പറയുന്നു, അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. ഇങ്ങനെയുള്ള എന്റെ മകളെ നീ വിവാഹം കഴിച്ചാൽ നിനക്ക് ഞാൻ പൊരുത്തം തരാമെന്ന് പറയുമ്പോ ചെറുപ്പക്കാരനായ സാബിത്ത് ചിന്തിക്കുന്നു, അല്ലാ ദുനിയാവല്ല വേണ്ടത്, ആഖിറമാണ്. ആഖിറമാണ് വേണ്ടത്, സ്വർഗമാണ് വേണ്ടത്. പടച്ചവനെ സമ്മതിക്കുകയാണ്. അവിടുന്ന് വിവാഹം കഴിഞ്ഞു. നുഅ്മാൻ ഇബ്നു സാബിത്ത് മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് ചോദിക്കുന്നു, എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, എന്റെ കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ? ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ ഞാൻ തന്നെയാ നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കുഴപ്പമില്ല, എന്റെ ചെവിക്ക് കുഴപ്പമില്ല, എന്റെ കാലിന് കുഴപ്പമില്ല. പിന്നെ എന്റെ വാപ്പ എങ്ങനെ പറയാറുള്ള കാരണം എന്തെന്നറിയോ? പെങ്ങളെ, ആ പെണ്ണ് പറയുകയാണ്, അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു ഹറാം, അല്ല കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യം എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹു കേൾക്കരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ കേൾക്കാറില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഞാൻ എന്റെ കാലുകൊണ്ട് പോയിട്ടില്ല. അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. പടച്ചവനെ, ഈ നുഅ്മാൻ ഇബ്നു സാബിത്തും ആ പെണ്ണും കൂടെ കുടുംബജീവിതം നയിച്ചപ്പോ അല്ലാഹു അവർക്കൊരു മകനെ കൊടുത്തു. അല്ലാഹു അവർക്കൊരു മകനെ കൊടുത്തു. ആ മകൻ ആരാണെന്നറിയോ? ആ മകൻ ആരാണെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. 4 ഇമാമുമാരിൽപ്പെട്ട ഒന്നാമത്തെ ഇമാമാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ഈ നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ മകനായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ഇത് തന്നെയാ അള്ളയും പറഞ്ഞത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കള് വളരുന്നത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ, 5 നേരം നിസ്കരിക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയോ? അല്ലാഹുവേ, മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കളോടുള്ള, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഒന്നാമത്തെ കടമ ഒരു നല്ല ഉമ്മയെ കൊടുക്കണം മക്കൾക്ക്. നല്ല ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഉമ്മ എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള, നല്ല കാണാൻ നല്ല ആരോഗ്യമുള്ള, നല്ല സമ്പത്തുള്ള, അറിയപ്പെടുന്ന കുടുംബത്തിലെ ഒരു പെണ്ണിനെ കൊടുക്കണമെന്നല്ല. ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ ഉമ്മ ആരാണെന്ന്. ഈ മകനോട് ചോദിച്ചു, നിന്റെ ഉമ്മ ആരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടിയുടെ ഉമ്മ ഒരടിമ പെണ്ണായിരുന്നു. വാപ്പ ഇങ്ങനെ കൊണ്ടുവന്നതാ. നമ്മള് പച്ച മലയാളത്തിൽ പറഞ്ഞ അടിച്ചുകൊണ്ട് വന്നു എന്ന് പറയില്ലേ, അങ്ങനെ തന്നെ. വാപ്പ കൊണ്ടുവന്ന ഒരു അടിമ പെണ്ണാണ് ആ കുട്ടിയുടെ ഉമ്മ എന്ന് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ദീനുള്ള ഉമ്മാനെ കൊടുക്കണം. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളെ, നിങ്ങൾ നിക്കാഹിന് പോകാറുണ്ടല്ലോ,
ഏത് നിക്കാഹിന് കടന്നു പോകുമ്പോഴും ഖുതുബ ഓതുന്ന ഉസ്താദ് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഉസ്താദ് പറയാറുണ്ട്, 4 കാര്യങ്ങളാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ അല്ലെങ്കിൽ കഴിച്ചു കൊടുക്കുമ്പോ എന്ത് പറ്റി ഇപ്പൊ ഇത്രയും നേരം ഇരുന്നത് തന്നെ വലിയ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒന്ന് മാറിക്കുക ഉസ്താദ് പോക്കട്ടെ. ഉസ്താദിനെ വിടറോ, കാറൊന്ന് വിട്ട മക്കളെ ഒന്ന് മാറിയതിപ്പോ ഒന്ന് വിട്ടാരൻ ഷാദ്. ഒന്ന് വിട്ടാരോ ഉസ്താദ്, പോട്ടെ, കുഴപ്പമില്ല, പോട്ടെ. ഇൻഷാ അല്ലാഹ് 40 വർഷമായിട്ട് നിങ്ങളുടെ പള്ളിയിലെ ഖതീബായി സേവനമനുഷ്ഠിക്കുന്ന ഉസ്താദ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒന്ന് ഉസ്താദ് പോയിട്ട് മതിയിടോ. നിങ്ങൾ ഇരിക്കണ നിങ്ങളുടെ എല്ലാവരുടെ ഉസ്താദായിരിക്കുമല്ലേ, ഏകദേശമുള്ള എല്ലാവരുടെ ഉസ്താദല്ലേ. ഇൻഷാ അല്ലാഹ് ഒന്ന് പൊക്കോട്ടെ ഉസ്താദ്. നിങ്ങളിരിക്കട്ടോ ഇൻഷാ അല്ലാഹ്, ഇരുന്നോ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇരിക്കട്ടെ. ചങ്ങായിമാരെ സ്റ്റേജ് മൈക്കിലൊന്നും പിടിച്ച് വലിക്കില്ലടാ വയറൊക്കെ. ചരിച്ചു വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഏത് നിക്കാഹിനെ കടന്നു പോകുമ്പോഴും ഉസ്താദന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഹദീസ് കേൾക്കാം. 4 കാര്യങ്ങളാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. വിവാഹം കഴിക്കുന്ന ഒരാൾ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ പരിഗണിക്കേണ്ടത് 4 കാര്യങ്ങളാണ്. 1 സൗന്ദര്യം, 2 സമ്പത്ത്, 3 കുടുംബ മഹിമ, 4 ദീൻ. ഈ 4 കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം ഒരാൾ വിവാഹം കഴിക്കാൻ. വിവാഹം കഴിക്കുന്ന ഒരാൾ പരിഗണിക്കേണ്ടത് 4 കാര്യങ്ങളാ. ആ 4 കാര്യങ്ങളിൽ 1 സമ്പത്ത്, കെട്ടുന്ന പെണ്ണിന് സമ്പത്തുണ്ടോ എന്ന് പരിഗണിക്കണം. 2 സൗന്ദര്യം നോക്കണം. 3 കുടുംബം നോക്കണം. 4 ദീൻ നോക്കണം. ഈ 4 കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം വിവാഹം കഴിക്കേണ്ടതെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിഗണിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നോക്കുന്നത് സമ്പത്താണ്, സൗന്ദര്യമാണ്, കുടുംബ മഹിമയാണ് എല്ലാവരും പരിഗണിക്കുന്നത്. എന്നാ നബി തങ്ങൾ പറയുന്നു, ഫളുഫറു വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോട്, വിവാഹ ജീവിതം സ്വപ്നം കാണുന്നവരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മക്കളെ പരിഗണിക്കേണ്ടത് ദീനാണ്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, പടച്ചവനെ, മാതാപിതാക്കൾ പലതും പറയും, പൊന്നുമോനെ, മക്കളെ നിങ്ങൾ പരിഗണിക്കേണ്ടത് സമ്പത്തല്ലടാ. ഒരുപാട് സമ്പത്തുണ്ട്, ദീനില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കരുത്. ഒരുപാട് സമ്പത്തുണ്ട്. ഇന്നധികം പേർക്കും വേണ്ടത് പണമാണോ? ഇന്നധികം പേർക്കും വേണ്ടത് പണമാണോ? പണത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത്. പടച്ചവനെ, കോടീശ്വരിയാണോ? ഒരുപാട് ഫ്ലാറ്റുകളുണ്ടോ? ഒരുപാട് സ്ഥലമുണ്ടോ? പടച്ചവനെ പരിഗണിക്കുന്നത് അതാ സമ്പത്താണ്. രണ്ടാമതെന്റെ പ്രിയപ്പെട്ടവര്, എടാ ചെറുപ്പക്കാരാ, സൗന്ദര്യത്തിന് കാര്യമില്ല
പൊന്നുമോനെ, ഒരുപാട് സൗന്ദര്യമുള്ള പെണ്ണ്, അവളെ കാണാ സുന്ദരിയാണ്, ഏത് മനുഷ്യരും നോക്കി പോകുന്ന സൗന്ദര്യ റാണിയാണ്. പക്ഷേ അവൾക്ക് ദീനില്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കരുത്. പടച്ചവനെ, മൂന്നാമത് പരിഗണിക്കുന്നത് കുടുംബ മഹിമയാണ്. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണാട്, പക്ഷേ അവള് തലമറയ്ക്കാളില്ല. അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളല്ല. ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാകരുത് ചെറുപ്പക്കാരാ. പരിഗണിക്കേണ്ടത് എന്താ? എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, മദീനയിൽ ഒരു കോടീശ്വരൻ ഉണ്ടായിരുന്നു. ആ കോടീശ്വരന്റെ തോട്ടത്തിലെ ജോലിക്കാരനാണ് മുബാറക്ക്. മുബാറക്ക് എന്ന് പറയുന്ന ഒരു ജോലിക്കാരൻ തന്റെ തോട്ടത്തിലുണ്ടായിരുന്നു. കോടീശ്വരനായ യജമാനന്റെ മകളെ കാണാ അവിടെന്ന് പെണ്ണ് കാണുന്നതിന് വേണ്ടി അവിടെന്ന് കടന്നു വരികയാ. കോടീശ്വരനായ മുതലാളികളുടെ പൊന്നുമോളെ കാണാൻ പെണ്ണ് കാണുന്നതിന് വേണ്ടി അവിടെന്ന് അതാ ആൾക്കാര് കടന്നു വന്നപ്പോ അതാ മുബാറക്ക് എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരനെ വിളിച്ചിട്ട് മുതലാളി പറയുന്ന, മുബാറക്ക്, എന്റെ പൊന്നുമോളെ കാണാ വിരുന്നുകാര് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുന്തിരിത്തോട്ടത്തിൽ കടന്നു ചെന്നിട്ട് ഏറ്റവും നല്ല മുന്തിരി പറിച്ചു കൊണ്ടുവരാ പറയുകയാണ്. മുബാറക്ക് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അവിടെന്ന് പടച്ചവനെ ഏറ്റവും നല്ല മുന്തിരി എന്ന രീതിയിൽ അവിടെന്ന് മുന്തിരിങ്ങ പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുക്കുകയാ. യജമാനൻ ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കി. പടച്ചവനെ, വല്ലാത്ത ഒരു പുളിപ്പ്, മധുരമ കുറവാണ്, മധുരമ കുറവാണ്. അവിടെന്ന് പറഞ്ഞു, മുബാറക്ക്, ഏറ്റവും നല്ലത് പോയി പറിച്ചു കൊണ്ടുപാടാ. ഏറ്റവും നല്ല മുന്തിരി വേണം കൊണ്ടുവരാൻ. മുബാറക്ക് രണ്ടാമത് മൂടുകയാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ, രണ്ടാമതും മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവേ, വല്ലാത്ത കൈപ്പാട്. യജമാനന്റെ മുഖം ചുമക്കുകയാണ്. എടാ മുബാറക്ക്, പോയിട്ട് നല്ലത് പറിച്ചു കൊണ്ടുപാടാ. മുബാറക്ക് മൂന്നാമത് മൂടുകയാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അവിടെന്ന് മുന്തിരിങ്ങ പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ മൂന്നാമത് കൊടുക്കുമ്പോ അവിടെ നിന്നെടുത്ത് കടിക്കുമ്പോ വല്ലാത്ത പുളിപ്പും വല്ലാത്ത കയ്പുമാ. റബ്ബേ, മുതലാളി ചോദിക്കുന്ന, മുബാറക്ക്, നീ എന്നെ കളിയാക്കുന്നൂടാ എന്ന് പറഞ്ഞുകൊണ്ട് മുബാറക്ക് എന്ന് പറയുന്ന തന്റെ വീട്ടിലെ ജോലിക്കാരന് അവിടെന്ന് തല്ലുകയാണ്, അവിടെ നടിക്കുകയാണ്. എടാ, 10 കൊല്ലമായില്ലേടാ മുന്തിരിത്തോട്ടത്തില് ജോലി ചെയ്യുന്നു. മുബാറക്ക് പറയുന്നു, മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ എനിക്കറിയില്ല, എനിക്കറിയില്ല. യജമാനം ചോദിക്കുകയാണ്, 10 വർഷമായില്ലേ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 10 വർഷമായില്ലേ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? നിനക്ക് മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുമ്പോ മുബാറക്ക് പറയുന്നു, എനിക്കറിയില്ല. ഇന്നുവരെ ഞാൻ ഒരെണ്ണം പറിച്ച് കഴിച്ചിട്ടില്ല. മുബാറക്ക് പറയുകയാണ്, 10 വർഷമായി മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുന്നു. നിങ്ങൾ എന്നോട് തിന്നാൻ അനുവാദം തന്നിട്ടില്ല. മുന്തിരിത്തോട്ടം നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ, കഴിക്കാൻ അനുവാദം തന്നിട്ടില്ല. അതുവരെ ഇന്നുവരെ താഴെ വീണ ഒരു മുന്തിരി പോലും ഈ 10 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഞാൻ എടുത്ത് കടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, യജമാനന്റെ കണ്ണ് നിറയുകയാ. മുബാറക്ക് എന്ന് പറയുന്ന അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, എന്റെ മകളെ പെണ്ണ് കാണാൻ വീട്ടിൽ വിരുന്നുകാര് വന്നിരിക്കുന്നു, നീ ചെന്ന് നല്ല മധുരമുള്ള മുന്തിരി പറിച്ചു കൊണ്ടുപോവാ. മുബാറക്ക് ഓടിപ്പോയി നല്ല വലുപ്പമുള്ള കുറച്ച് മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. യജമാനൻ കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത പുളിപ്പ്. യജമാനൻ പറഞ്ഞു, പോയി മധുരമുള്ളത് കൊണ്ടുപോടാ. രണ്ടാമതും പറഞ്ഞു വിട്ടു. മുബാറക്ക് പോയി വീണ്ടും പറിച്ചു കൊണ്ടുവന്നതിന് വല്ലാത്ത കയ്പ്. യജമാനൻ ചോദിച്ചു, എന്താടാ എന്നെ കളിയാക്കാ, പോ നല്ലത് പറിച്ചു കൊണ്ടുവാ. മൂന്നാമതും പറിച്ചു കൊണ്ടു കൊടുക്കുമ്പതിന് വല്ലാത്ത പുളിപ്പും വല്ലാത്ത കയ്പും. അടിക്കാൻ തുടങ്ങി. മുബാറക്ക് പറയുന്നുണ്ട്, എനിക്കറിയില്ല, മധുരമുള്ളതും മധുരമില്ലാത്തത് എനിക്കറിയില്ല. 10 വർഷമായില്ലേടാ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
നിനക്കറിയില്ലേ? മുബാറക്ക് യജമാനനോട് ചോദിച്ചു, എന്റെ ജോലി എന്താ? മുന്തിരിത്തോട്ടം നോക്കല. നിങ്ങൾ എന്നോട് തിന്നാൻ പറഞ്ഞോ? നിങ്ങൾ എനിക്ക് തിന്നാൻ അനുവാദം തന്നിട്ടുണ്ടോ? ഈ 10 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഞാനൊരു മുന്തിരി എടുത്ത് കഴിച്ചിട്ടില്ല. യജമാനന്റെ കൈ വിറച്ചു, കണ്ണ് നിറഞ്ഞു. വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. തന്റെ സുന്ദരിയായ മകളെ കാണാമെന്നവരെയൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ആ മനുഷ്യന് കോടീശ്വരിയായ തന്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ വാപ്പ. ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. വാപ്പ നിനക്ക് വേണ്ടി ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. ആ സുന്ദരിയായ കോടീശ്വരന്റെ മകള് ചോദിച്ചു, ആരാ വാപ്പ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്ക്. ആ മകള് ചോദിച്ചു, അതെന്തേ വാപ്പ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്കിനെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ തീരുമാനിച്ചതെന്തേ? വാപ്പ പറഞ്ഞു കൊടുത്തു, മോളെ, ഇവനെ പോലെ അള്ളാഹുവിന് ഭയമുള്ള വേറെ ഒരാളെ ഇനി കിട്ടൂല. 10 വർഷം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു താഴെ വീണ മുന്തിരി പോലും ഓനെടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ അതെന്ത് മനുഷ്യനാടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അറബി ഗൾഫിൽ പോയി. അറബി പറഞ്ഞു പാവപ്പെട്ടവനായിരുന്നോളാൻ പറഞ്ഞു. ഇപ്പൊ അറബി എത്തീങ്കാനയിലും ഇവൻ നാട്ടിലെ കോടീശ്വരനുമാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാവപ്പെട്ട ഇവന്റെ കരച്ചിലും സങ്കടമൊക്കെ കണ്ടപ്പോ അറബി പിടിച്ചിട്ട് കടയിലേക്ക് ഇരുത്തിയതാ. ഇപ്പൊ അറബി എവിടാ? അറബി ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോ ഇവന്റെ കൊട്ടാരം കണ്ടപ്പോ അറബി പോലും ചിന്തിക്കുന്നുണ്ട്, പടച്ചോനെ എനിക്ക് പോലും ഇത്രയും വലിയ വീടില്ലല്ലോ എന്ന്. നമ്മൾ പള്ളിക്ക് പോകാറുണ്ടോ? പള്ളിയുടെ മൂത്രപ്പുരയുടെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്ത്? ചിലപ്പോ അത് അടിച്ചോണ്ട് പൊക്കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞ, പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പ് പോലും എടുത്തോണ്ട് പോകാതിരിക്കാൻ വെട്ടിയിടുന്ന കാലഘട്ടമാണ്. 10 വർഷം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു മുന്തിരിങ്ങ എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ അത് മലക്കാണോ മനുഷ്യനാണോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ മനുഷ്യൻ പറഞ്ഞു മകളോട്, ഇവനാ വേണ്ടത്, അല്ലാതെ സമ്പത്തൊന്നുമല്ല, സൗന്ദര്യമോ ഇല്ല, തറവാടൊന്നുമല്ല. ഇതാണ് ആണ്. ദീനിന് പരിഗണന കൊടുത്തു. ആ മകള് ചോദിച്ചു, വാപ്പാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു വാപ്പാ, എങ്കിൽ എനിക്ക് ഇഷ്ടാ. അതാ പെൺകുട്ടികൾ, അതാണ് പെൺകുട്ടികൾ. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് വന്നിട്ട് ഉപ്പാനോട് പറയാ, വാപ്പ ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാനൊന്ന് കറക്കി വെച്ചിട്ടുണ്ട്, വാപ്പ തെരഞ്ഞൊന്നും നടക്കണ്ട, ഓനെ തന്നെ എനിക്ക് മതിയെന്ന്. ഇന്നത്തെ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് പറയാ, ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്, വാപ്പാടെ ജോലി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ വാപ്പ പറയുന്നു, മോളെ അവൻ നമ്മുടെ ജാതി പോലും അല്ലല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാപ്പ, കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ചാടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് പറയണ. അങ്ങനെ എല്ലാം അങ്ങനെ ചെറുതും വലുതും ഇല്ലാതെ തന്നെ ആണും പെണ്ണും അല്ലേ. ആ പെൺകുട്ടി പറയുകയാ, വാപ്പാൻ ഇഷ്ടമാണെങ്കിൽ സമ്മതിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, മുബാറക്ക് എന്ന് പറയുന്ന മനുഷ്യന് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തിയപ്പോ അള്ളാഹു അവർക്കൊരു മകനെ കൊടുത്തു. ആ മകന്റെ പേരെന്തെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതനാണ്, ലോകമറിയുന്ന പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു എന്ന് ചരിത്രം അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കള്, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? സമ്പത്തുള്ളവനല്ല, കൊട്ടാരമുള്ളവനല്ല മോനെ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? ഒരു സ്വാലിഹത്തായ പെണ്ണിനെ ഭാര്യയായി ലഭിക്കുന്നവനാ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? പടച്ചവനെ, സ്വാലിഹത്തായ ഒരു ഭാര്യ ലഭിക്കുന്നവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എടാ ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ. ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, മക്കളെ കുറിച്ച് പരാതി പറയുന്ന വാപ്പാ, നീ വിവാഹം കഴിച്ച് നിന്റെ ഭാര്യയെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. പെങ്ങളെ ചിന്തിക്കു പൊന്നുമോള്. അതുകൊണ്ട് അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാണ്, ഒന്നാമത്തെ കടമ എന്താണ്?
അതാ വാപ്പായ്ക്ക് നിന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കലോ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പടന്ന് പഠിപ്പിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ സഹോദരിമാരോട് പറയുകയാണ്, സൗന്ദര്യമുള്ളവനല്ല, സമ്പത്തുള്ളവനല്ല, അറിയപ്പെടുന്നവനല്ല, പൊന്നുമോളെ അവൻ നിസ്കരിക്കുന്നവനാണോ, അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണോ, അതാണ് പെങ്ങളെ പരിഗണിക്കേണ്ടത്. എന്റെ ചെറുപ്പക്കാരാ പരിഗണിക്കേണ്ടത് അവള് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവളാണോ, അങ്ങനെയുള്ള പെൺകുട്ടിയെ വേണം തെരഞ്ഞെടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുക, ഞാൻ പറയുന്നത് ഇടോ പെണ്ണ് കെട്ടുമ്പോ സ്വാലിഹത്തായ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ദീനുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്റെ മുഖത്ത് നോക്കുന്നുണ്ട്, എന്റെ പൊന്നു സിറാജ് പെണ്ണും കെട്ടി മക്കളായടാ, ഇപ്പൊ വന്നിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോന്ന്. നിങ്ങൾ അധികം പേര് എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? എന്റെ പൊന്നാര ഉസ്താദ് ഇപ്പോഴാണോ ഇത് പറയണ്ടേ? ഇതൊക്കെ നേരത്തെ പറഞ്ഞു തരേണ്ട കാര്യല്ലേ? എന്തായാലും നീ പെട്ടു വാപ്പ, നിന്റെ മക്കളെയെങ്കിലും നോക്കാലോ. എന്തായാലും നിന്റെ കാര്യത്തിൽ തീരുമാനമായി, ഇനി മക്കളെങ്കിലും രക്ഷപ്പെടട്ടെ. മക്കളുടെ കാര്യം വരുമ്പോഴെങ്കിലും നല്ലത് പരിഗണിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.